നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പോലീസ് സേനയിലെ ധീരതയ്ക്കും വിശിഷ്ട സേവനത്തിനുമുള്ള രാഷ്ട്രപതിയുടെ മെഡലുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രാജ്യത്താകെ 942 പേരാണ് മെഡലുകൾക്ക് അർഹരായത്. ഇതിൽ 95 പേർ ധീരതയ്ക്കുള്ള അവാർഡിന് അർഹരായി. പോലീസ്, അഗ്നിരക്ഷാസേന, ഹോംഗാർഡ്, സിവിൽ ഡിഫൻസ് എന്നീ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥർക്കുമാണ് പുരസ്കാരം നൽകുന്നത്. കേരളത്തിൽ വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡൽ ADGP P. വിജയൻ ഉൾപ്പെടെ 3 പേർക്ക് ലഭിച്ചു. അഗ്നിരക്ഷാ സേനയിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ മധുസൂദനൻ നായർ, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രാജേന്ദ്രൻ നായർ എന്നിവർക്കും വിശിഷ്ട സേവനത്തിനുള്ള ബഹുമതി ലഭിച്ചു. സ്തുത്യർഹ സേവനത്തിലെ പോലീസ് സേനയിലെ 10 പേർക്കും അഗ്നിരക്ഷാ സേനയിൽ 5 പേർക്കും ജയിൽ വകുപ്പിലെ 5 പേർക്കും രാഷ്ട്രപതിയുടെ മെഡൽ ലഭിച്ചിരിക്കുകയാണ്. SP B. കൃഷ്ണകുമാർ, DSP-മാരായ R. ഷാബു, KJ വർഗീസ്, MP വിനോദ്, K. റെജി മാത്യു, DYSP A. ഗംഗാധരൻ, അസിസ്റ്റന്റ് കമാൻഡന്റ് G. ശ്രീകുമാരൻ, SI-മാരായ MS ഗോപകുമാർ, സുരേഷ് കുമാർ, ഹെഡ് കോൺസ്റ്റബിൾ M. ബിന്ദു എന്നിവർക്കാണ് പോലീസിലെ സേവന മെഡൽ ലഭിച്ചത്. അഗ്നിരക്ഷാ സേനയിൽ സ്തുത്യർഹ സേവനത്തിലെ ജില്ലാ ഫയർ ഓഫീസർ S. സൂരജ്, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ PC പ്രേമൻ, KT സാലി, PK ബാബു, സ്റ്റേഷൻ ഓഫീസർ V. സെബാസ്റ്റ്യൻ എന്നിവരും അർഹരായി. ജയിൽ വകുപ്പിൽ നിന്നും സൂപ്രണ്ട് TR രാജീവ്, ഡെപ്യൂട്ടി സൂപ്രണ്ടായ V. ഉദയകുമാർ, M. രാധാകൃഷ്ണൻ, C. ഷാജി, അസിസ്റ്റന്റ് സൂപ്രണ്ട് P. ഉണ്ണികൃഷ്ണൻ എന്നിവർക്കും രാഷ്ട്രപതിയുടെ സ്തുത്യർഹ സേവനത്തിനുള്ള മെഡൽ ലഭിച്ചു. ധീരതയ്ക്കുള്ള അവാർഡ് ലഭിച്ചവരിൽ ജമ്മു കാശ്മീരിൽ നിന്ന് 28 പേർക്കും വടക്ക് കിഴക്കൻ പ്രദേശത്ത് നിന്ന് 3 പേരും ഇടതുപക്ഷ തീവ്രവാദ ബാധിത പ്രദേശങ്ങളിൽ വിന്യസിച്ച 28 പേർക്കും ധീരതയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചവരിൽ ഉൾപ്പെടുന്നു. രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവനത്തിലുള്ള 101 മെഡലുകളിൽ 85 എണ്ണം പോലീസ് ഉദ്യോഗസ്ഥർക്കും, 5 എണ്ണം അഗ്നിശമന സേനാംഗങ്ങൾക്കും, 7 എണ്ണം സിവിൽ ഡിഫൻസ് ഹോംഗാർഡ് സർവീസിനും, 4 എണ്ണം കറക്ഷണൽ സർവീസിനും ലഭിച്ചു. സ്തുത്യർഹ സേവനത്തിലുള്ള 746 മെഡലുകളിൽ 634 എണ്ണം പോലീസ് സേനയ്ക്കും, 37 എണ്ണം അഗ്നിരക്ഷാ സേനയ്ക്കും, 39 എണ്ണം സിവിൽ ഡിഫൻസ് ഹോംഗാർഡ് സർവീസിനും, 36 എണ്ണം കറക്ഷണൽ സർവീസിനും ലഭിച്ചെന്നും ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ഇതിൽ ADGP P. വിജയനെ കുറിച്ച് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. നേരത്തെ എലത്തൂർ തീവയ്പ് കേസിലെ പ്രതിയുടെ യാത്രാ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തിയെന്നാരോപിച്ച് സസ്പെൻഡ് ചെയ്തതും വലിയ വാർത്തയായിരുന്നു. ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ട് പ്രകാരമായിരുന്നു കഴിഞ്ഞ 2023 മെയ്യിൽ ഭീകരവിരുദ്ധ സ്ക്വാഡിന് നേതൃത്വം നൽകിയിരുന്ന P. വിജയനെ സസ്പെൻഡ് ചെയ്തത്. വിശദീകരണം പോലും ചോദിക്കാതെയാണ് നടപടിയെടുത്തത്. എന്നാൽ സസ്പെൻഷൻ അടിസ്ഥാനമാക്കിയ കാരണങ്ങൾ കളവാണെന്ന് വിജയൻ സർക്കാരിന് മറുപടി നൽകുകയും ചെയ്തിരുന്നു. അന്നത്തെ ചീഫ് സെക്രട്ടറി ഡോക്ടർ K. വേണുവിന്റെ അധ്യക്ഷതയിലുള്ള സമിതി 2 മാസത്തിന് ശേഷം വിജയനെ തിരിച്ചെടുക്കണമെന്നും വകുപ്പ് തല അന്വേഷണം തുടരാമെന്നും ശുപാർശ ചെയ്തെങ്കിലും സർക്കാർ അനുകൂല നടപടി സ്വീകരിച്ചില്ല. സെപ്റ്റംബറിൽ വീണ്ടും വിജയനെ തിരിച്ചെടുക്കണമെന്ന് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതി റിപ്പോർട്ട് നൽകി. തുടർന്ന് നവംബറിൽ സസ്പെൻഷൻ പിൻവലിച്ച് മുഖ്യമന്ത്രി ഉത്തരവിറക്കിയെങ്കിലും വകുപ്പ് തല അന്വേഷണം നടക്കുന്നതിനാൽ ചുമതല നൽകിയില്ല. ഇത് അവസാനിപ്പിച്ചതോടെയാണ് തടഞ്ഞുവെച്ച സ്ഥാനക്കയറ്റം ഉൾപ്പെടെ പുതിയ ചുമതല നൽകിയത്. പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിലെ ചേരിപ്പോരാണ് വിജയന്റെ സസ്പെൻഷന് കാരണമെന്ന് ആക്ഷേപം ഉയർന്നിരുന്നു. 1999 ബാച്ച് IPS ഉദ്യോഗസ്ഥരാണ് P. വിജയൻ.